മറ്റൊരു കാര്യം, ഈ 3 തവണ BLO വീട്ടിൽ വരും എന്ന് പറഞ്ഞു. ഈ 3 തവണ ഇപ്പോൾ ആരും ഇല്ല എന്ന് വയ്ക്കുക, നമ്മൾ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണ് എന്നും അങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവർ കൂടുതലുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഇതുപോലെ 3 തവണ വന്നു കഴിഞ്ഞ് അവിടെ ആളില്ല എങ്കിൽ അവരുടെ പേര് നീക്കം ചെയ്യുമോ, അതോ ആദ്യം നോട്ടീസൊക്കെ നൽകി ഹിയറിങ്ങിന് വിളിപ്പിക്കുന്ന അങ്ങനെ ചെയ്യുമോ? സോ ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് 3 തവണ പോകണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ആദ്യമായിട്ട് ഫോം വിതരണം ചെയ്ത ശേഷം അവർക്ക് അത് സഹായിക്കാൻ വേണ്ടിയിട്ടും പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലാണ് 3 തവണ എങ്കിലും പോകണമെന്ന് പറയുന്നത്. അവർ 3 തവണ കണ്ടിട്ടില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇവരുടെ പേര് അവിടെ ഫോം കൊടുക്കാൻ സാധിച്ചില്ല, ആ ഫോം തിരിച്ചു വരുവാണെങ്കിൽ അവിടുത്തെ ERO ഇല്ലെങ്കിൽ ERO കൃത്യമായിട്ട് പൂട്ടിയിട്ടുള്ള വീട്ടിലേക്ക് അവർ പോകണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ വീട് പൂട്ടിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവർ ഇല്ല എന്നുള്ള ഒരു ലോക്കൽ എൻക്വയറി നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം അവർക്കുണ്ട്. അത് കാണിട്ട് ആരെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള അവിടുത്തെ തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് അറിയായിരിക്കുമല്ലോ അവരെന്തുകൊണ്ടാണ് അവിടെ വീട്ടിലില്ലാത്തത് എന്നുള്ളത്. പിന്നെ ഇവർക്ക് നേരിട്ട് BLO വിളിക്കാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. കോളർ BLO, അവരുടെ BLO ആപ്പ് വഴി ഇവർക്ക് നേരിട്ട് BLOയോട് സംസാരിച്ചിട്ട് അവർക്ക് തന്നെ നേരിട്ട് സംസാരിച്ചിട്ട് പറയാം ഞാൻ ഈ സമയത്ത് വീട്ടിലില്ല, മറ്റൊരു സമയത്ത് വരണം എന്നുള്ളത് കൂടി പറയാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ അവർക്ക് അവിടെ വീട്ടിൽ എന്തെങ്കിലും നോട്ടീസ് പതിക്കുകയോ അവർ വന്നതായി അറിയിക്കുകയോ ചെയ്യുമോ? സോ ആ ഓപ്ഷൻ കൂടിയുണ്ട്. 3 പ്രാവശ്യം ഇല്ലെങ്കിൽ ഇവർ വന്നതായിട്ടുള്ള ഒരു കാര്യം അവിടെ ഒരു പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് BLO അത് ഉചിതമായിട്ട് അങ്ങനെ വരുവാണെങ്കിൽ അത് അവർ ചെയ്യും. അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ചെറിയ വിധത്തിലുള്ള ഒരു നോട്ടീസ് അവർ അവിടെ വെക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവർ വീട്ടിൽ 3 പ്രാവശ്യം വന്നിട്ട് പോയ ശേഷം അവർക്ക് വോട്ട് നഷ്ടമാവും എന്നുള്ളതല്ല പ്രശ്നമുള്ളത്. ഫോം തിരിച്ചു തരണം. തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഡ്രാഫ്റ്റ് റോളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. പക്ഷേ ഫോം ഫിൽ ചെയ്യാൻ ഏതെങ്കിലും ഒരു നടപടി നമുക്ക് അവരെ സഹായിക്കാം. അത് ഒരെണ്ണം. രണ്ടാമത്തെ കാര്യം, ഡ്രാഫ്റ്റ് റോൾ നമ്മൾ പബ്ലിഷ് ചെയ്ത ശേഷം, അതായത് 9-ാം തീയതി ഡിസംബറിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് റോൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് ഈ എനുമറേഷൻ ഫോം ഫിൽ ചെയ്ത എല്ലാ ആൾക്കാരുടെ ലിസ്റ്റ് അതിൽ കാണും. ബൈ ചാൻസ് ഒരാളുടെ പേര് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് 9-ാം തീയതി കാണിട്ട് ഒരു ഫോം 6 പുതിയതായിട്ടുള്ള ഒരു ഫോം 6 വെച്ചിട്ട് അവർക്ക് പുതിയ ആളായിട്ട് കൂട്ടിച്ചേർക്കാം. വിദേശത്തു നിന്നുള്ള ആളാണെങ്കിൽ ഫോം 6 വെച്ചിട്ട് കൂട്ടിച്ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ ഒരു ഫോം ഫിൽ ചെയ്യണമെന്നതേ ഉള്ളൂ. അതിൻ്റെ വെരിഫിക്കേഷൻ നടന്നിട്ട് ഫൈനൽ ലിസ്റ്റിൽ അവരുടെ പേര് വരും.